നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീനയെ സ്പെയിന് പരാജയപ്പെടുത്തിയതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് ഓരോരുത്തരും ഇങ്ങനെ പടച്ചു വിടുന്നത്. ഭാവന അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ എങ്ങനെ വിരാജിക്കുകയാണ്, വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഢാലോചന സിദ്ധാന്തം. ഇപ്പോൾ ഇതാ പലരും അതിനെ തള്ളി പറഞ്ഞ അർജൻറ്റീനയുടെ ഭാഗത്ത് ആദ്യം സ്കലോനി പറഞ്ഞു, ടാപ്പിയ പറഞ്ഞു, അർജൻ താരം റോഡ്രിഗോ ഡിബോൾ പറഞ്ഞു, ലിസാൻഡ്രോ മാർട്ടിനസ് പറഞ്ഞു. ഇതാ അവരുടെ കോച്ചിങ് സ്റ്റാഫ് റോബർട്ടോ അയാള ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇങ്ങനെ പറയരുത്, പറയാതിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ടീം ഏറ്റവും മികച്ച രൂപത്തിൽ പോരാടാനാണ് ശ്രമിച്ചത്. പിന്നെ ഇവിടെ സംഭവിച്ചത് എന്താ? ഒരു ടീം നമ്മൾ ഔട്ട് പ്ലേ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അവർ നമ്മളെക്കാൾ നന്നായി കളിച്ചു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതില്ല. ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കളിക്കളത്തിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ കണ്ടതല്ലേ? ബാക്കി കാര്യങ്ങളൊന്നും ഒരു തരത്തിലും പ്രസക്തി ഇല്ലാത്തതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ റോബർട്ടോ അയാള ശക്തമായ ഭാഷയിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ കൗണ്ട്ലെസ് തിയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ TOC സ്പോർട്സിൻ്റെ ലേഖനത്തിലെ വരികളാണ് പറയുന്നത്. ദീസ് ആർ ജസ്റ്റ് സം ഓഫ് ദി കൗണ്ട്ലെസ് തിയറീസ് ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഫുട്ബോൾ ഹാവ് ബീൻ സർക്കുലേറ്റിംഗ് അബൌട്ട് ദി വേൾഡ് കപ്പ് ഫൈനൽ അഗെയിൻസ്റ്റ് സ്പെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോളിന് ഇത് വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കളി കഴിഞ്ഞിട്ട് ഇങ്ങനെ പലതും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മെസ്സി ലെറ്റ്സ് ഫോർഗെറ്റ് എവറിത്തിങ് എന്ന് പറഞ്ഞ് ആ ഒറ്റ വാക്ക് പിടിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പറഞ്ഞു വെക്കുന്നവന്മാരുടെ അർത്ഥം എന്താണ്? ഇവർ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അർജന്റീന തോറ്റു കൊടുത്തു എന്നാണോ? ലയണൽ മെസ്സിയും സംഘവും അവരുടെ ബാഡ്ജിന് വേണ്ടിയിട്ട് കളിച്ചില്ല, രാജ്യത്തിനെ ഒറ്റിക്കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പുലമ്പുന്നത്. അത് തന്നെയാണ് റോബർട്ടോ അയാള പറയുന്നത്. ഇതൊന്നും പറയാതിരിക്കുക. കാരണം ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് കളിക്കളത്തിൽ നിങ്ങൾ കണ്ടതല്ലേ. നമ്മളെ മറ്റൊരു ടീം ഔട്ട് പ്ലേ ചെയ്തു, അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവരുടെ താരങ്ങളും കോച്ചിങ് സ്റ്റാഫും ഒക്കെ പരാജയം അംഗീകരിക്കുമ്പോൾ കുറേ മനുഷ്യരിരുന്ന് ഭാവനയിൽ അങ്ങനെ പേനയൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.